എറണാകുളത്ത് ജനറൽ ആശുപത്രിയിലെ കോൺക്രീറ്റ് സ്ലാബുകൾ പൊളിഞ്ഞു വീഴാറായ നിലയിലാണ്. എപ്പോൾ വേണമെങ്കിലും ഇപ്പോൾ വീഴും എന്ന അവസ്ഥയിൽ നിൽക്കുക. പലയിടത്തും കോൺക്രീറ്റ് പാളി ഇളകി ഇരുമ്പ് കമ്പി പുറത്തു വന്നിട്ടുണ്ട്. ദിവസവും ആയിരക്കണക്കിന് രോഗികൾ എത്തുന്ന ആശുപത്രിയിലാണ് ആശങ്ക. എന്നാൽ ബലക്ഷയമുള്ള കെട്ടിടം പൊളിച്ചു മാറ്റുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. നിലവിൽ ഫിറ്റ്നസ് ലഭിക്കാത്ത കെട്ടിടത്തിന് സമീപം ആളുകൾക്ക് പ്രവേശന വിലക്കില്ലതാനും. അതിൽ പലരോട് ചേരുന്നു ജനറൽ ആശുപത്രി പരിസരത്ത് നിന്നും. അതിൽ ഈ കാണുന്നത് ഏതോ ഒരു ഹൊറർ സിനിമയിലെ ദൃശ്യം പോലെയുണ്ടെന്ന് തോന്നുന്നു. ഇതെന്താണ് സംഭവം? ഇപ്പോഴും ഈ കെട്ടിടം അതേപടി നിലനിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഇത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. ആ പരിസരത്ത് എന്തെങ്കിലും മുന്നറിയിപ്പ് ബോർഡുകൾ ഉണ്ടോ? അതിൽ ഗുഡ് മോർണിംഗ്. ഒരു മുന്നറിയിപ്പ് ബോർഡുമില്ല അരുൺകുമാർ. നമുക്കറിയാം എറണാകുളം ജനറൽ ആശുപത്രി നൂറുകണക്കിന് ആയിരക്കണക്കിന് രോഗികൾ എത്തുന്ന ആശുപത്രിയാണ്. അതിന് സമീപം പ്രവർത്തിക്കുന്ന ഒരു ഭാഗമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടേക്ക് ആളുകൾ എത്താനുള്ള സാധ്യതയുണ്ട്. ഒരു മുന്നറിയിപ്പ് ബോർഡ് പോലും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതൊരു ഭാഗം മാത്രം. നമ്മുടെ റിജോ മുന്നോട്ട് വന്നാൽ ഇവിടെ ഒക്കെ ആളുകൾ എത്തി സ്കൂട്ടറുകൾ പാർക്ക് ചെയ്യുന്നുണ്ട്, ബൈക്കുകൾ പാർക്ക് ചെയ്ത് അകത്തേക്ക് പോകുന്നുണ്ട്. ഇവിടെ വന്ന് ഫോൺ ചെയ്യാനും മറ്റുമൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ട്. ഒരു ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്തത്. ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് എല്ലാ സംവിധാനങ്ങളും ഇവിടെ നിന്ന് ഒഴിവാക്കി എന്നുകൂടി ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നു. പക്ഷേ ഇവിടേക്ക് ഒരാൾ വന്ന്, ഒരു കൂട്ടിരിപ്പുകാരൻ വന്ന് ഒരു മൊബൈൽ ഫോൺ സംസാരത്തിനിടയ്ക്ക് ഇങ്ങോട്ട് വന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ആര് ഉത്തരവാദിത്വം പറയുമെന്ന ചോദ്യത്തിന് മാത്രം മറുപടിയില്ല. ഈ കെട്ടിടത്തിൽ ചില സംവിധാനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ കോട്ടയത്തെ സംഭവത്തിന് ശേഷം കോട്ടയത്ത് ഒരു സ്ത്രീ മരണപ്പെട്ടതിന് പിന്നാലെ ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സംവിധാനങ്ങളും മാറ്റാനുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിരുന്നതാണ്. അങ്ങനെ മാറ്റുകയും ചെയ്തു. പക്ഷേ ഇത് പൊളിക്കാൻ PWDയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതല്ലാതെ ആളുകൾ സ്ഥിരമായി ബൈക്ക് പാർക്ക് ചെയ്യുന്ന, ഇവിടെ വന്ന് നിൽക്കുന്ന സ്ഥലത്ത് കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കോൺക്രീറ്റ് സ്ലാബിന്റെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴാനായി നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. ഇരുമ്പ് കമ്പികൾ നമുക്ക് കാണാൻ കഴിയുകയാണ്. ഈ താഴെയൊക്കെ ആളുകൾ സാധാരണഗതിയിൽ വന്ന് നിൽക്കുന്നതാണ്. ആരുടെയെങ്കിലും തലയിൽ ഒരു കോൺക്രീറ്റ് പാളി വന്ന് വീണ് എന്തെങ്കിലും ഒരു അപകടമുണ്ടായാൽ ആരിതിന് സമാധാനം പറയുമെന്ന ചോദ്യത്തിന് മാത്രം ഉത്തരമില്ല. ഈ ഭാഗത്തേക്ക് കാണിച്ചാൽ ഇവിടെയൊക്കെ സ്കൂട്ടറുകൾ പാർക്ക് ചെയ്യുന്ന ആളുകൾ ഒരു തടസ്സവുമില്ലാതെ വരുന്ന ഭാഗമാണ്. പക്ഷേ പൂർണ്ണമായും തകർന്ന നിലയിൽ കെട്ടിടം ബലക്ഷയം ഉണ്ട് എന്ന് PWD തന്നെ സ്ഥിരീകരിച്ച കെട്ടിടത്തിലാണ് ഒരു സുരക്ഷാ മുന്നറിയിപ്പുമില്ലാത്ത പ്രവേശന വിലക്ക് ഏർപ്പെടുത്താത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. നൂറുകണക്കിന് ആയിരക്കണക്കിന് രോഗികൾ എത്തുന്ന, ചികിത്സയ്ക്ക് എത്തുന്ന എറണാകുളം ജനറൽ ആശുപത്രിയിലെ കാഴ്ചയാണ് അരുൺകുമാർ ഇത്. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇരുമ്പ് കമ്പി തല പോലും പുറത്തു വരുന്ന നിലയിലാണ്. അവിടെ ഒന്നുമില്ലെങ്കിൽ ഒരു നോട്ടീസെങ്കിലും പതിപ്പിക്കുക. ഇത് പൊളിച്ച് കളയാൻ വേണ്ടി നിശ്ചയിച്ച കെട്ടിടമാണ്. കെട്ടിടത്തിന് ചില ബലക്ഷയമുണ്ട്. അതുകൊണ്ട് ഈ പരിസരത്ത് നിൽക്കരുത് എന്നൊരു മുന്നറിയിപ്പെങ്കിലും എന്തിനാണ് കാത്തിരിക്കുന്നത്? ഇതൊക്കെ പൊളിച്ചു കളഞ്ഞൂടെ? എത്രയോ വലിയ ഫ്ളാറ്റുകൾ നിമിഷ നേരം കൊണ്ട് തവിടുപൊടിയാക്കി മാറ്റി. ഇതേപോലുള്ള കെട്ടിടങ്ങളൊക്കെ പൊളിക്കാൻ എത്ര താമസം? അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. അവരെ വിളിച്ച് അത് പൊളിച്ചു മാറ്റി അവിടെ എന്തെങ്കിലും മനോഹരമായ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക.